ഹലോ, എല്ലാവർക്കും നമസ്കാരം. സഹരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സെക്കൻഡ് 5 ഇയർ പ്ലാനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നമ്മൾ പോകുന്നത് എന്താണ്, സെക്കൻഡ് 5 ഇയർ പ്ലാനെ കുറിച്ച് പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മുമ്പ് വന്നിട്ടുള്ളത്, കഴിഞ്ഞ വർഷവും അതിന് മുന്നേ ഒക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ നോക്കേ, ഇതാ 2025 തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ദ സെക്കൻഡ് 5 ഇയർ പ്ലാൻ. സെക്കൻഡ് 5 ഇയർ പ്ലാനുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ അതുമായി ചേരാത്ത സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദ്യം. ബോംബെ പ്ലാൻ ഫോർ ഇക്കണോമിക് ഡെവലപ്മെന്റ് വാസ് പ്രപ്പോസ്ഡ്. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ മഹലനോബിസ് മോഡൽ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട്സ് വെയർ എസ്റ്റാബ്ലിഷ്ഡ്. റൂർക്കേല, ഭിലായ്, ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്സ് വെയർ എസ്റ്റാബ്ലിഷ്ഡ്. ഗാഡ്ഗിൽ യോജന ഓഫ് ഇക്കണോമിക് സെൽഫ് സഫിഷ്യൻസി വാസ് സ്റ്റാർട്ട്. അപ്പോൾ ഇത് സെക്കൻഡ് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ കിട്ടിയോ? ചിലർക്കെങ്കിലും ആൻസർ കിട്ടി കാണുമല്ലോ. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ അടുത്ത കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനലിസ്റ്റ് 2025 തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സ്ട്രാറ്റജി എംഫസൈസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹെവി ഇൻഡസ്ട്രീസ് ടു അച്ചീവ് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ സെക്കൻഡ് 5 ഇയർ പ്ലാൻ. അപ്പോൾ സെക്കൻഡ് 5 ഇയർ പ്ലാൻ പീരീഡിൽ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, വളരെ വേഗത്തിലുള്ള വ്യാവസായികവൽക്കരണത്തിന് വേണ്ടി, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെവി ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ്മെന്റിന് ഊന്നൽ കൊടുത്തു. അങ്ങനെ ഊന്നൽ കൊടുത്ത സ്ട്രാറ്റജിക്ക് പറഞ്ഞ പേരെന്താണ്? അതിന് ഹെവി ഇൻഡസ്ട്രീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത സെക്കൻഡ് 5 ഇയർ പ്ലാനിലെ സ്ട്രാറ്റജിക്ക് പറയുന്ന പേര് മഹൽനോബിസ് സ്ട്രാറ്റജി, ഹരോഡോമർ സ്ട്രാറ്റജി, ഗരീബി ഹഠാവോ സ്ട്രാറ്റജി, റോളിംഗ് പ്ലാൻ സ്ട്രാറ്റജി. ആൻസർ കിട്ടിയോ? അടുത്ത നോക്കി, 2 പ്രസ്താവനകൾ 2024 LD ക്ലർക്ക് ഇടുക്കി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഈ സെക്കൻഡ് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട് 2 സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് അസർഷൻ റീസൺ മോഡൽ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അതായത് ദൃഢപ്രശ്നം. നമുക്ക് ഈ CBSE ക്വസ്റ്റ്യൻ കണ്ടാൽ അറിയാം. CBSE ഇവർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പരീക്ഷയ്ക്ക് അവർക്കൊക്കെയാണ് ഇത് ഈ മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇപ്പോൾ നമുക്കത് PSCയിലേക്ക് അവർ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ദൃഢപ്രസ്താവനയും കാരണവും, അസർഷനും റീസണുമാണ്. ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് തരും, പിന്നെ എന്താണ് അതിന്റെ കാരണവും തരും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യേണ്ടതാണ്. നോക്ക്, അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്ക്. പ്രസ്താവന ഇതാണ്. 2ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ഖന വ്യവസായങ്ങളിലുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു. 2ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ഖന വ്യവസായം. നമ്മളെ ഖനം എന്താണ്, ഖനനമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഖന വ്യവസായം എന്ന് വെച്ചാൽ വൻകിട വ്യവസായങ്ങൾ, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് കേട്ടോ. അപ്പോൾ 2ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ഖന വ്യവസായങ്ങളിലുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു. 2 റീസൺ നോക്ക്. അതിന് കാരണം എന്താണ്? ഇന്ത്യയിലെ സ്വകാര്യ മേഖല ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉള്ളതായിരുന്നില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റും അതിന്റെ കാരണവുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ശരിയാണോ? ഇനി ആദ്യത്തെ ശരിയും രണ്ടാമത്തെ തെറ്റുമാണോ? അത് രണ്ടും തെറ്റുമാണോ? ഇങ്ങനെയൊക്കെയാണ് ചോദ്യം. കണ്ടോ, എയും ആറും ശരിയാണ്, അസർഷനും റീസണും ശരിയാണ്. കൂടാതെ 6 കൃത്യമായ വിശദീകരണമാണ്. എയും ആറും ശരിയാണ്, പക്ഷേ 6 കൃത്യമായ വിശദീകരണമല്ല. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നീട് ആൻസർ നോക്കാം. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകൾ 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? ബന്ധമില്ലാത്തതാണ്. മഹൽനോബിസ് മാതൃക അടിസ്ഥാനമാക്കിയുള്ളതാണ്. മനുഷ്യവിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. വ്യാവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. ബന്ധമില്ലാത്തതാണ് കേട്ടോ. 2ാം പഞ്ചവത്സര പദ്ധതിയിൽ ബന്ധമില്ലാത്തത് ഏത്? എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ സെക്കൻഡ് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട്? ഓക്കെ, അത് 2024 ഓഫീസ് അറ്റൻഡർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 2024 ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ചോദിച്ച ക്വസ്റ്റ്യൻ. 2ാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? ജവഹർലാൽ നെഹ്റു, PC മഹൽനോബിസ്, അല്ലെ മുഖർജി, ജോൺ മത്തായി. ആൻസർ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സെക്കൻഡ് 5 ഇയർ പ്ലാൻ എൻ്റെ പീരീഡ് കണ്ടോ, ഫ്രം 1956 to 61, 56 തൊട്ട് 61 വരെയാണ് 2ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് എന്നോട്ട് വരെയാണ്? 56 മുതൽ 61 വരെയാണ്. 56 മുതൽ 61 വരെയാണ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ചെയർമാൻ സെക്കൻഡ് 5 ഇയർ പ്ലാൻ സമയത്ത് പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആര് തന്നെയാണ്? ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ ആര് തന്നെയാണോ അദ്ദേഹം തന്നെയാണ്, ജവഹർലാൽ നെഹ്റു തന്നെയാണ്. വൈസ് ചെയർമാനും ആര് തന്നെയാണ്? ഗുൽസാരി ലാൽ നന്ദ. കാരണം 53-ലാണ് അദ്ദേഹം വരുന്നത്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 53-ല്. ഈ 56, 61 കാലഘട്ടത്തിലും ആര് തന്നെയാണ്? ഗുൽസാരി ലാൽ നന്ദ തന്നെയാണ് വൈസ് ചെയർമാൻ. ഇനി എന്താണ് ഈ പ്ലാൻ ലക്ഷ്യം വെച്ചത്, അല്ലെങ്കിൽ അതിന്റെ ഫോക്കസ് എന്താണ്? നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ ഫോക്കസ് പഠിച്ച് ഓർക്കുന്നുണ്ടോ? എന്താണ്?
അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫുഡ് സെൽഫ് സഫിഷ്യൻസി ആയിരുന്നെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഫോക്കസ് അല്ലെങ്കിൽ അതിന്റെ എയിം എന്ന് പറയുന്നത് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, വളരെ വേഗത്തിലുള്ള വ്യാവസായികവൽക്കരണം, ഇൻഡസ്ട്രിയലൈസേഷൻ ഡെവലപ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസ്ഡ് ഡെവലപ്മെന്റും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും എന്ന് വെച്ചാൽ വളരെ വേഗത്തിലുള്ള വ്യാവസായികവൽക്കരണവും അടിസ്ഥാന സൗകര്യ വികസനവുമായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഫോക്കസ് ചെയ്ത മേഖല അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ അഗ്രികൾച്ചർ സെക്ടർ ആണെങ്കിൽ ഇവിടെ എന്താണ്, ഇൻഡസ്ട്രിയൽ സെക്ടർ ആയിരുന്നു. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ആ വ്യത്യാസം മനസ്സിലാവുമല്ലോ, അങ്ങനെ വ്യത്യാസം മനസ്സിലാക്കി പഠിച്ചു പോകണം. ഓക്കെ, ഇനി the second 5-year plan marked a significant shift towards industrial development with a focus on building a strong industrial base in India while agriculture took a back seat. നോക്ക്, അപ്പോൾ ഈ സെക്കൻഡ് 5-year പ്ലാന്റെ ഒരു ഫീച്ചർ പറയുകയാണ്, ഒരു പ്രത്യേകത പറയുകയാണ്. സെക്കൻഡ് 5-year പ്ലാൻ മാർക്ക്ഡ് എ സിഗ്നിഫിക്കന്റ് ഷിഫ്റ്റ്. അപ്പോൾ സെക്കൻഡ് 5-year പ്ലാൻ എന്താണ് മാർക്ക് ചെയ്യുന്നത്, എന്താണ് സൂചിപ്പിക്കുന്നത്, എന്താണ് കാണിക്കുന്നത്, ഒരു സിഗ്നിഫിക്കന്റ് ഷിഫ്റ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഷിഫ്റ്റ് ഉണ്ടായി സെക്കൻഡ് 5-year പ്ലാൻ പീരീഡിൽ. നമ്മുടെ ഇന്ത്യയുടെ പ്ലാനിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഷിഫ്റ്റ്. എന്തിലോട്ടുള്ള ഷിഫ്റ്റ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. അതുവരെ എന്ത്, വ്യാവസായിക പുരോഗതിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ സെക്കൻഡ് 5-year പ്ലാൻ പീരീഡിൽ നമ്മൾ എന്താണ്, ഒരു വ്യാവസായിക പുരോഗതിയിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടായി. എന്താണ്, വിത്ത് എ ഫോക്കസ് ഓൺ ബിൽഡിംഗ് സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ബേസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വളരെ ശക്തമായൊരു വ്യാവസായിക അടിത്തറ ഉണ്ടാക്കിയെടുക്കുന്നതിന്, ശക്തമായൊരു ഇൻഡസ്ട്രിയൽ ബേസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരു ഷിഫ്റ്റ്, ഒരു ചേഞ്ച് എന്തിലേക്കുണ്ടായി, ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിലേക്ക് ഒരു ചേഞ്ചിന് പ്രാധാന്യം കൊടുത്തു. എവിടെ, സെക്കൻഡ് 5-year പ്ലാനിൽ. വൈൽ അതേ സമയത്ത് അഗ്രികൾച്ചർ ടുക്ക് എ ബാക്ക് സീറ്റ്, അല്ലെ, അഗ്രികൾച്ചർ സെക്ടർ എന്തിലേക്ക്, ബാക്ക് സീറ്റിലേക്ക് മാറി എന്ന് വെച്ചാൽ കാർഷിക മേഖല പിന്നോക്കം പോയി. കാരണം എന്താണ്, നമ്മൾ കാർഷിക മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഫസ്റ്റ് 5-year പ്ലാനിൽ നിന്നും നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിലേക്ക് മാറി. അപ്പോൾ അത് ഏത് ബാക്ക് സീറ്റിലേക്ക് പോയി, അഗ്രികൾച്ചർ സെക്ടർ പിന്നോക്കം പോയി, അതിനുള്ള ഇമ്പോർട്ടൻസ് കുറഞ്ഞു. ഓക്കെ, ഇനി സെക്കൻഡ് 5-year പ്ലാനിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ഇപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്, the plan, that means the second 5-year plan based on the Mahalanobis model. Second 5-year plan എന്ത് മോഡൽ എന്നറിയപ്പെടുന്നു, മഹലനോബിസ് മോഡൽ. ദാറ്റ് മീൻസ് മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നു. ഫസ്റ്റ് 5-year പ്ലാൻ ഓർമ്മയുണ്ടോ, ഹരോഡ് ഡോമർ മോഡൽ ആയിരുന്നു. എന്നാൽ സെക്കൻഡ് 5-year പ്ലാൻ എന്താണ്, മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നു. അതാരാണ് മഹലനോബിസ് മോഡൽ ആവിഷ്കരിച്ചത്, PC മഹലനോബിസ്. PC മഹലനോബിസ് ആണ് ഇത് ആവിഷ്കരിച്ചത്. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ്, ഇന്ത്യൻ സ്ഥിതിവിവരശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന PC മഹലനോബിസ് ആണിത് ആവിഷ്കരിച്ചത്. മനസ്സിലായില്ലേ? അതുപോലെ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ 5-year പ്ലാൻസ് എന്നറിയപ്പെടുന്നതും PC മഹലനോബിസ് ആണ്. ഇനി ദ സെക്കൻഡ് 5-year പ്ലാൻ പ്ലേസ്ഡ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഓൺ അച്ചീവിംഗ് എ സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി ആസ് ദ മെയിൻ ഗോൾ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക് പോളിസി. അപ്പൊ സെക്കൻഡ് 5-year പ്ലാൻ പ്ലേസ്ഡ് എ ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്, അല്ലെ, സെക്കൻഡ് 5-year പ്ലാൻ ഇനി ഇമ്പോർട്ടൻസ് കൊടുത്ത മറ്റൊരു മേഖലയാണ്, മറ്റൊരു കാര്യമാണ് എന്ത്, സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റിക്ക്, ഒരു സോഷ്യലിസ്റ്റ് രീതിയിലുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ അത് പ്രധാന ലക്ഷ്യമായിട്ട് കണ്ട 5-year പ്ലാൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, സെക്കൻഡ് 5-year പ്ലാൻ. ഒരു സോഷ്യലിസ്റ്റിക് ഇക്കോണമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സൊസൈറ്റി കെട്ടിപ്പടുക്കാൻ ഇമ്പോർട്ടൻസ് കൊടുത്തതാണ് സെക്കൻഡ് 5-year പ്ലാൻ. അതാണ് ദാറ്റ്സ് ദ മെയിൻ ഗോൾ ഓഫ് ഇന്ത്യസ് ഇക്കണോമിക് പോളിസി. ഇന്ത്യയുടെ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് സോഷ്യലിസം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി കൊണ്ടുവന്ന 5-year പ്ലാൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, സെക്കൻഡ് 5-year പ്ലാൻ ആണ്. മനസ്സിലാവുമല്ലോ? ഇനി ഇന്ത്യ അഡോപ്റ്റഡ് ദ മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം ഡ്യൂറിംഗ് ദ സെക്കൻഡ് 5-year പ്ലാൻ. ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ഏത് സിസ്റ്റം, മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം അറിയാമല്ലോ. എന്താണ്, പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഏത്, കോഎക്സിസ്റ്റ് ചെയ്യുന്ന മേഖലയാണ് മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം, അല്ലേ? ആ മിക്സഡ് ഇക്കണോമിക് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ വക്താവാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം, ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സമ്പദ് വ്യവസ്ഥ നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് സെക്കൻഡ് 5-year പ്ലാൻ തൊട്ടാണ്. എങ്കിലും അവിടെ ഏതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി, സോഷ്യലിസത്തിൽ ഊന്നിയിട്ടുള്ള ഒരു മിക്സഡ് ഇക്കണോമിക് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി നോക്ക്, ഈ സെക്കൻഡ് 5-year പ്ലാൻ പീരീഡിലെ ബേസിക് അച്ചീവ്മെന്റ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് 5-year പ്ലാനിൽ നമ്മൾ അച്ചീവ്മെന്റ്സ് പഠിച്ചതുപോലെ സെക്കൻഡ് 5-year പ്ലാനിലെ അച്ചീവ്മെന്റ്സ്, ഒന്ന്, അറ്റോമിക് എനർജി കമ്മീഷൻ വാസ് ഫോംഡ് ഇൻ 1948. അറ്റോമിക് എനർജി കമ്മീഷൻ, ആണവോർജ കമ്മീഷൻ ഫോം ചെയ്തത് 1948-ലാണ്. അപ്പോൾ ആർക്ക് ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും സംശയം വന്നാണോ, അല്ലേ?
സെക്കൻഡ് 5 ഇയർ പ്ലാനും ഈ അറ്റോമിക് എനർജി കമ്മീഷനും തമ്മിലുള്ള ബന്ധം ഇതെന്താണ്? 48 അല്ലേ? അന്ന് പ്ലാനിംഗ് കമ്മീഷൻ പോലും വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ഇത് ഇവിടെ പറയുന്നത്? എന്തിനാണ്? ദാ നോക്ക്, ഇറ്റ് വാസ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1958. ഇത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു 1958. അതിനെന്ത് ചെയ്തു? പുനഃസംഘടിപ്പിച്ചു. 1958 ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി വരുന്നുണ്ട് 1954 കേട്ടോ. 54 ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി വരികയും അങ്ങനെ 48 അറ്റോമിക് എനർജി കമ്മീഷൻ ഫോം ചെയ്തിരുന്നു. അതിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ബോഡിയാക്കി മാറ്റിയത് എന്നാണ് 58 അങ്ങനെ 58 അറ്റോമിക് എനർജി കമ്മീഷൻ പൂർണ്ണമായ തോതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആണവോർജ കമ്മീഷൻ ഏത് 5 ഇയർ പ്ലാനിൽ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഏതാണ്? സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണ്. അത് എന്തുകൊണ്ടാണ് പറയുന്നത്? 48 അറ്റോമിക് എനർജി കമ്മീഷൻ അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 58 അതുകൊണ്ട് സെക്കൻഡ് 5 ഇയർ പ്ലാന്റെ പേരിലും ഏതറിയപ്പെടുന്നുണ്ട്? ഈ അറ്റോമിക് എനർജി കമ്മീഷൻ. അപ്പോൾ അറ്റോമിക് എനർജി കമ്മീഷൻ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് നിലവിൽ വന്നത്, അല്ലെങ്കിൽ അത് പിന്നെ ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ഏതാണ്? സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അറ്റോമിക് എനർജി കമ്മീഷൻ വരുന്ന 48 അത് സെക്കൻഡ് 5 ഇയർ പ്ലാന്റെ പേരിൽ അറിയപ്പെടാൻ കാരണം സെക്കൻഡ് 5 ഇയർ പ്ലാൻ പീരീഡിൽ 58 അതിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ, പുനഃസംഘടിപ്പിക്കുന്നുണ്ട്. ഇനി ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, ആണവോർജ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് 54 അതുകൂടെ ഈ അവസരത്തിൽ ഒന്ന് ഓർത്തിരിക്കുക. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി വരുന്നത് 1954 എന്ന് വെച്ചാൽ അത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പീരീഡിലാണ്. 1954 ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി വരുന്നത്. അത് വന്നതിന് ശേഷമാണ് അറ്റോമിക് എനർജി കമ്മീഷൻ അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി The plan led to the establishment of steel plants at Durgapur, Bhilai and Rourkela with the help of USSR, UK and West Germany. അപ്പോൾ the plan led to the establishment of steel plants. അപ്പോൾ ഈ പദ്ധതി വ്യാവസായിക പുരോഗതിക്കാണ് ഊന്നൽ കൊടുത്തത്. അപ്പോൾ വ്യാവസായിക മേഖലയ്ക്ക് എന്ത് വേണം? മെഷീനറി വേണം. അപ്പോൾ മെഷീനറി വേണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഇരുമ്പുരുക്ക് സാധനങ്ങൾ ആവശ്യമാണ്, ഇരുമ്പുരുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് കൊണ്ടുവന്നു? സ്റ്റീൽ പ്ലാന്റ്സ് ആരംഭിച്ചു, അയൺ ആൻഡ് സ്റ്റീൽ കമ്പനീസ് ആരംഭിച്ചു, ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചു. എവിടെയൊക്കെയാണ് ഇന്ത്യയിൽ? ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല എന്നീ സ്ഥലങ്ങളിൽ ഇരുമ്പുരുക്ക് ശാലകൾ ആരംഭിച്ചു. ആരുടെയൊക്കെ സഹായത്താൽ? ആ സമയത്ത് നമുക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല, ടെക്നോളജി ഇല്ല. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളുടെ സഹായം തേടി അവരുടെയൊക്കെ USSRന്റെയും UK വെസ്റ്റ് ജർമ്മനിയുടെയും സഹായത്താലാണ് നമ്മൾ ദുർഗാപൂരിൽ, ഭിലായിൽ, റൂർക്കയിലിൽ എന്താരംഭിക്കുന്നത്? ആ സ്റ്റീൽ പ്ലാന്റുകൾ. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ ഇറിഗേഷൻ പ്രോജക്ട്സുകൾ അല്ലെങ്കിൽ IITകൾ പഠിച്ചതുപോലെ ഇവിടെ നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിരിക്കുക? രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ആരംഭിച്ചു ദുർഗാപൂരിലും ഭിലായിലും റൂർക്കയിലും. അതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ നിന്ന്. ഇനി the plan aimed for a 4.5% annual growth rate. അപ്പോൾ ഈ പദ്ധതി ലക്ഷ്യം വെച്ച് എന്താണ്? 4.5% വാർഷിക വളർച്ചാ നിരക്ക് ലക്ഷ്യം വെച്ചു. ബട്ട് ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് അച്ചീവ്ഡ് വാസ് 4.27%. എന്നാൽ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് നമ്മൾ അച്ചീവ് ചെയ്യാൻ സാധിച്ചത് 4.27% ആണ്. അപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ നമ്മൾ എന്താണ് ടാർഗറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ 3.6% നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ. പക്ഷേ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ നമ്മൾ കുറച്ചുകൂടി ടാർഗറ്റ് എന്ത് ചെയ്തു? കൂട്ടി വെച്ചു. 4.5% ആണ് നമ്മുടെ ടാർഗറ്റഡ് ഗ്രോത്ത് റേറ്റ് എങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് കുറച്ച് കുറവാണ്. എങ്കിലും അത് പൂർണ്ണമായും പരാജയമാണെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കുറവാണ്. 4.27% നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഓരോ വർഷത്തെ എടുത്ത് പഠിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ ഓരോ വർഷവും ഈ പീരീഡിൽ 56 തൊട്ട് 61 വരെയുള്ള ഓരോ വർഷക്കാലത്തെയും പ്രത്യേകത നമ്മൾ പഠിക്കുക. 56 നാഷണൽ ഹൈവേസ് ആക്ട് വാസ് പാസ്ഡ്. നാഷണൽ ഹൈവേ ആക്ട് പാസ്സാക്കി 56. അപ്പോൾ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എന്ത്? നാഷണൽ ഹൈവേസ് ആക്ട് എന്ന് പറയുന്നത്. നാഷണൽ ഹൈവേ നിയമം എന്ന് പറയാം 56 പാസ്സാക്കി. The national highway system came to being during the second 5 year plan. അല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞു. അതുപോലെ മറ്റൊരു ഇൻസിഡന്റ് ആണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് വാസ് പാസ്ഡ്. ഇന്ത്യൻ കമ്പനി നിയമം പാസ്സാക്കുന്നു. ഇന്ത്യൻ കമ്പനി നിയമം പാസ്സാക്കുന്നു 56 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പാസ്സാക്കുന്നത്. അതുപോലെ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ വാസ് പാസ്ഡ്. 56 മറ്റൊരു ഇൻസിഡന്റ് ആണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ പാസ്സാക്കുന്നു. വ്യാവസായിക നയപ്രമേയം പാസ്സാക്കുന്നു. വ്യാവസായിക നയപ്രമേയം. ഇന്ത്യയുടെ വ്യവസായങ്ങൾ എങ്ങനെയായിരിക്കണം, വ്യാവസായിക മേഖല എങ്ങനെയായിരിക്കണം എന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ഒരു പ്രമേയം കൊണ്ടുവരുന്നു. അതാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. അത് പാസ്സാക്കുന്നത് 56. ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്
ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഈസ് ആൾസോ നോൺ ആസ് ഇക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്ന എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ എന്താണെന്നറിയപ്പെടുന്നത്? ഇക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നു ഇക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന എന്താണ്? ഇൻഡസ്ട്രി. 1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. ഓർക്കുക, 56 അതിന് മുമ്പ് 48 ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഉണ്ട്. അത് 5 ഇയർ പ്ലാൻസുമായിട്ട് ബന്ധമില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാത്തത്. അപ്പൊ 48 കഴിഞ്ഞിട്ട് സെക്കൻഡ് 5 ഇയർ പ്ലാൻ പീരീഡിൽ തുടക്കത്തിൽ 56 മറ്റൊരു വ്യാവസായിക നയപ്രമേയം വരുന്നുണ്ട്. അതാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. IPR 1956 എന്ന് പറയും. IPR ഇത് +1 പഠിക്കാനുള്ളതാണ്. IPR 1956 എന്ന് പറയും. IPR 1956 എന്ന് പറയും. IPR 1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956. അതെന്തെന്നറിയപ്പെടുന്നു? ഇക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഇക്കണോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. ഇനി നോൺ ആസ് ദ ബേസിസ് ഓഫ് ദ സെക്കൻഡ് 5 ഇയർ പ്ലാൻ. ഇതിനെ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിത്തറ, ബേസിസ് എന്നറിയപ്പെടുന്നതും എന്താണ്? ഈ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956 ആണ്. ഇനി സെപ്റ്റംബർ 1, 1956. സെപ്റ്റംബർ 1, 1956 എന്ത് ചെയ്തു? LIC came into existence. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അല്ലെ? LIC നിലവിൽ വരുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. സെപ്റ്റംബർ 1, 1956. സെപ്റ്റംബർ 1, 1956 ഇനി നവംബർ 1, 1956 വളരെ നമുക്ക് പരിചയമുള്ള ഒരു ദിവസമാണല്ലോ. നവംബർ 1, 1956 സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ 14 states including Kerala and 6 union territories came to existence as per the State Reorganization Commission. നമ്മൾ പറഞ്ഞു 1953 ഫസൽ അലി കമ്മീഷൻ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. അത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പീരീഡിലാണ് കമ്മീഷൻ. എന്നാൽ അവരുടെ പഠനത്തിന് ശേഷം 1956 നവംബർ 1 സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആയപ്പോഴേക്കും ഇവരുടെ റെക്കമെൻഡേഷൻസിന്റെ ഫലമായിട്ട് ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിൽ 14 സ്റ്റേറ്റുകളും 6 യൂണിയൻ ടെറിട്ടറീസും നിലവിൽ വരുന്നു. അതിലൊരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. നമുക്കറിയാം കേരളപ്പിറവി നവംബർ 1, 1956 അല്ലേ? അങ്ങനെ 14 സ്റ്റേറ്റുകളും 6 യൂണിയൻ ടെറിട്ടറീസും നിലവിൽ വരുന്നു, ഇൻക്ലൂഡിങ് കേരള. അങ്ങനെ നിലവിൽ വരുന്നു. എന്തിന്റെ ഫലമായിട്ടാണ്? ആസ് പെർ ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഫസൽ അലി കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്, അല്ലെങ്കിൽ അവരുടെ പഠനത്തിന്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഇത് ഈ 14 സ്റ്റേറ്റുകൾ വരുന്നത്, 6 യൂണിയൻ ടെറിട്ടറി വരുന്നത് സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ്. ഓക്കെ. The first state to be formed as per the State Reorganization Commission അല്ലെങ്കിൽ ഫസൽ അലി കമ്മിറ്റി. നമുക്കറിയാം ഫസൽ അലി കമ്മിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷന്റെ പഠനത്തിന്റെ ഫലമായിട്ട് നിലവിൽ വന്ന ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണ്? ആദ്യത്തെ സംസ്ഥാനം നമ്മൾ അവിടെ പറയുന്നുണ്ട് ആദ്യത്തെ സ്റ്റേറ്റ് ആന്ധ്രയാണ്. പക്ഷേ ഇവിടെ ഓർക്കുക, അത് ഫസൽ അലി കമ്മീഷന്റെ പഠന ഫലമായിട്ടല്ല. ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആന്ധ്രയാണ്, 1953. എന്നാൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ വന്നതിന് ശേഷം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ആന്ധ്ര എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഏതിൻ്റെയാണ്? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ശുപാർശ പ്രകാരം ഫോം ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആന്ധ്രാപ്രദേശ്. നവംബർ 1, 1956 നവംബർ 1, 1956 എന്നാൽ ഇത് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ആന്ധ്രയിൽ ഒരുപാട് സമരങ്ങൾ നടക്കുന്നു. പൊറ്റി ശ്രീരാമലു എന്ന് പറയുന്ന അവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന് ഈ നിരാഹാരം കിടക്കുകയും അദ്ദേഹം അന്തരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് വളരെ വലിയ പ്രക്ഷോഭം ഉണ്ടാവുകയും അവിടുത്തെ മാത്രമായിട്ടൊരു സ്റ്റേറ്റ് വരികയും ചെയ്യുന്നു. അതാണ് ആന്ധ്ര എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഗവൺമെൻറ് ഫസൽ അലി കമ്മിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ വയ്ക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു? ഭാഷാടിസ്ഥാനത്തിൽ ഇവർ സംസ്ഥാന പ്രദേശങ്ങളെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾ വരികയും അങ്ങനെ ഈ കമ്മീഷൻ വന്നതിന് ശേഷം വന്ന ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ്. നവംബർ 1, 1956. അതിലൊന്നായിരുന്നു ഏത്? കേരളവും. അപ്പോൾ ആദ്യമായിട്ട് വന്നത് ആന്ധ്രാപ്രദേശാണ്. അതെങ്ങനെയാണ് ആന്ധ്രാപ്രദേശ് വരുന്നത്? ആന്ധ്രാപ്രദേശ് വാസ് ഫോംഡ് ഓൺ നവംബർ 1, 1956 ബൈ മെർജ് ചെയ്തുകൊണ്ട്. ആരൊക്കെയാണ്? സ്റ്റേറ്റ് ഓഫ് ആന്ധ്ര. നമ്മൾ പറഞ്ഞില്ലേ ആദ്യമായിട്ട് വന്ന സംസ്ഥാനം സ്റ്റേറ്റ് ആന്ധ്രയാണ്. ആന്ധ്രയും അപ്പോൾ 1953 വന്ന ആന്ധ്രയും അതുപോലെ വിച്ച് വാസ് ഫോംഡ് ഓൺ ലിംഗ്വിസ്റ്റിക് ബേസിസ് ഓൺ ഒക്ടോബർ 1, 1953 വിത്ത് ഹൈദരാബാദ്. അപ്പോൾ വിച്ച് വാസ് ഫോംഡ് ഓൺ ലിംഗ്വിസ്റ്റിക് ബേസിസ്, ഭാഷാടിസ്ഥാനത്തിൽ. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് വന്നത് എന്താണ്? ആന്ധ്ര അല്ലേ? അപ്പോൾ അങ്ങനെ മെർജിങ് ആന്ധ്ര വിച്ച് വാസ് ഫോംഡ് ഓൺ എ ലിംഗ്വിസ്റ്റിക് ബേസിസ് ഓൺ ഒക്ടോബർ 1, 1953. ഒക്ടോബർ 1, 1953 ഭാഷാടിസ്ഥാനത്തിൽ വന്ന ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്, ആന്ധ്ര തന്നെയാണ് അല്ലേ? ആ ആന്ധ്രയെയും അതിനോടൊപ്പം ഹൈദരാബാദ് എന്ന് പറയുന്ന പ്രദേശത്തെയും കൂടി മെർജ് ചെയ്തുകൊണ്ട് 1956 നവംബർ 1 ഏത് വരുന്നത്? ആന്ധ്രാപ്രദേശ് വരുന്നത്.
അപ്പൊ ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ശുപാർശ പ്രകാരം 56 നവംബർ 1 ആദ്യമായിട്ട് നിലവിൽ വന്ന ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആന്ധ്രാപ്രദേശ്. എന്നാൽ ലിംഗ്വിസ്റ്റിക് ബേസിസിൽ ആദ്യമായിട്ട് വന്ന സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശ് അല്ല, ആന്ധ്രയാണ്. 53 ഒക്ടോബർ 1. ഓക്കെ, അതിന് പിന്നീട് എന്ത് ചെയ്തു? ഹൈദരാബാദിനെ, തൊട്ടടുത്ത പ്രദേശമായ ഹൈദരാബാദിനെ കൂടി എന്ത് ചെയ്തു? ലയിപ്പിച്ചുകൊണ്ട് 56 ഏത് വരുന്നുണ്ട്? 56 നവംബർ 1 ആന്ധ്രാപ്രദേശ് വരുന്നത്. ആ വ്യത്യാസം മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഇനി ഇൻഡസ്ട്രിയൽ പോളിസി 1956 നമ്മൾ പറഞ്ഞില്ലേ, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956 എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിനെക്കുറിച്ച്, കാരണം സെക്കൻഡ് 5 ഇയർ പ്ലാനിന്റെ ബേസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ പോളിസി 1956 ആയിരുന്നു. The new industrial policy was adopted with the aim of controlling the basic sectors of the economy. അല്ലേ, അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. The year new industrial policy was adopted with the aim of controlling basic sectors of the economy. അപ്പോൾ ഇന്ത്യയിലെ അടിസ്ഥാന മേഖലകളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മളെ വ്യാവസായിക നയം, പുതിയ വ്യാവസായിക നയം സ്വീകരിച്ചത് എന്ന് ചോദിച്ചാൽ, അപ്പൊ എന്താണ്? ഇന്ത്യയുടെ അടിസ്ഥാന മേഖലകളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വ്യാവസായിക നയം എന്നാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ എന്നാണ്? 1956 പുതിയ വ്യാവസായിക നയം. ഇന്ത്യക്ക് പുതിയ 5 ഇയർ പ്ലാൻസ് ആരംഭിച്ചതിന് ശേഷം കൊണ്ടുവന്ന പുതിയ വ്യാവസായിക നയം എന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് സെക്ടേഴ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വ്യാവസായിക നയമാണ് 1956 ഇൻഡസ്ട്രിയൽ പോളിസി. ഇനി the industrial policy that came to effect in 1956 classified industries into 3 categories. അപ്പൊ നോക്കണേ, 1956 വ്യാവസായിക നയം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ, വ്യാവസായിക നയപ്രമേയം, ഈ വ്യവസായങ്ങളെ അവർ 3 കാറ്റഗറിയാക്കി തിരിക്കുന്നുണ്ട്. 3 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു. മനസ്സിലായില്ലേ? ഒന്നാമത്തെ കാറ്റഗറി ഇത് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കാറ്റഗറി എന്താണ്? ഇൻഡസ്ട്രീസ് അണ്ടർ ഗവൺമെന്റ് ഓണർഷിപ്പ്. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് എന്താണ്? ഇൻഡസ്ട്രീസ് അണ്ടർ ഗവൺമെന്റ് ഓണർഷിപ്പ്. കുറേ വ്യവസായങ്ങളുടെ ഒരു കാറ്റഗറി തിരിച്ചിട്ട് ഗവൺമെന്റ് പറഞ്ഞു, ഈ വ്യാവസായിക നയത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് നിശ്ചയിച്ചു, ഇനി മുതൽ ആരുടെ ഓണർഷിപ്പിലായിരിക്കും ഇത്? ഓൺലി അണ്ടർ ദ ഗവൺമെന്റ് ഓണർഷിപ്പ്. ഗവൺമെന്റ് ഓണർഷിപ്പിന് കീഴിൽ മാത്രമായിരിക്കും. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് കീ ഇൻഡസ്ട്രീസ് എല്ലാം അതിനകത്ത് വന്നു. അതാണ് ഫസ്റ്റ് കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി നോക്ക്, ഇൻഡസ്ട്രീസ് ദാറ്റ് സപ്ലിമെന്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗവൺമെന്റ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡസ്ട്രീസ് ദാറ്റ് സപ്ലിമെന്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ള വ്യവസായങ്ങൾ, ഫസ്റ്റ് കാറ്റഗറിയിലെ വ്യവസായങ്ങളുണ്ടല്ലോ, അതിനും എന്താണ്? സപ്ലിമെന്റ് ആക്ടിവിറ്റീസിന്. മനസ്സിലായില്ലേ? ആ സപ്ലിമെന്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന വ്യവസായങ്ങൾ, ഇൻഡസ്ട്രീസ് ദാറ്റ് സപ്ലിമെന്റ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഗവൺമെന്റ്. അപ്പോൾ ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലെ ഫസ്റ്റ് കാറ്റഗറി വ്യവസായങ്ങൾക്ക് സപ്ലിമെന്ററി ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന വ്യവസായങ്ങൾ എന്ന് വെച്ചാൽ ഈ വളരെ പ്രാധാന്യം കുറഞ്ഞ വ്യവസായങ്ങൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ, അപ്പോൾ അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിലാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എന്താണ്? ഇപ്പോൾ സീറ്റ് നിർമ്മിക്കുക, അതുപോലെ നട്ടും ബോൾട്ട് നിർമ്മിക്കുക, അതും വ്യവസായങ്ങളാണ്. പക്ഷേ എന്താണ്? അതിന്റെ സപ്ലിമെന്ററി ഇൻഡസ്ട്രീസ് ആണ്, എന്ന് വെച്ചാൽ അനുബന്ധ വ്യവസായങ്ങളാണ്, ഒരു ഹെൽപ്പ് ചെയ്യുന്ന വ്യവസായങ്ങൾ മാത്രമാണ്. അപ്പോൾ അത്രയും പ്രാധാന്യമില്ലാത്ത അങ്ങനെയുള്ള കുറേ വ്യവസായങ്ങൾ. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി ഹെൽപ്പ് ചെയ്യുന്ന വ്യവസായങ്ങൾ. മനസ്സിലായില്ലേ? ഇതാണ് സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി അതർ ടൈപ്പ് ഓഫ് പ്രൈവറ്റ് ഇൻഡസ്ട്രീസ് ഫോർ ദ പ്രൈവറ്റ് സെക്ടർ. അതർ ടൈപ്പ് ഓഫ് പ്രൈവറ്റ് ഇൻഡസ്ട്രീസ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്താണ്? പ്രൈവറ്റ് ഇൻഡസ്ട്രീസ് ആണ് ഫോർ ദ പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടറിനായിട്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് 2 കാറ്റഗറിയിൽ ഉൾപ്പെടാത്ത ബാക്കിയുള്ളതെല്ലാം ആർക്ക് വിട്ടുകൊടുത്തു? പ്രൈവറ്റ് സെക്ടറിന് വിട്ടുകൊടുത്തു. പ്രൈവറ്റ് സെക്ടറിന് വിട്ടുകൊടുത്തു എന്ന് വെച്ചാൽ അപ്രധാനമായ വ്യവസായങ്ങൾ, ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത വ്യവസായങ്ങൾ പ്രൈവറ്റ് സെക്ടറിന് വിട്ടുകൊടുത്തു. അതർ ടൈപ്പ് വ്യവസായങ്ങൾ എന്ന് വെച്ചാൽ ഫസ്റ്റും സെക്കൻഡിലും ഉൾപ്പെടാത്തത്. ഓക്കെ, no new industry was allowed unless a license was obtained from the government. അപ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്, ഈ പ്രൈവറ്റ് സെക്ടറിന് വ്യവസായങ്ങൾ വിട്ടുകൊടുത്തു എങ്കിലും നോ ന്യൂ ഇൻഡസ്ട്രി വാസ് അലൗഡ്, പുതിയൊരു വ്യവസായവും അവർ അനുവദിച്ചില്ല. എങ്ങനെ? അൺലെസ് എ ലൈസൻസ് വാസ് ഒബ്റ്റൈൻഡ് ഫ്രം ഗവൺമെന്റ്. ഗവൺമെന്റിൽ നിന്ന് ലൈസൻസ് എടുക്കാത്ത ഒരു വ്യവസായങ്ങൾക്ക് അവർ അനുമതി കൊടുക്കില്ല. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിന് നമ്മൾ ഈ അവസാനം മൂന്നാമത്തെ കാറ്റഗറിയിൽ പ്രൈവറ്റ് സെക്ടറിന് വ്യവസായങ്ങൾ ആരംഭിക്കാം. ഫസ്റ്റ് കാറ്റഗറിയിലും സെക്കൻഡ് കാറ്റഗറിയിലും വരാത്ത വ്യവസായങ്ങൾ ആരംഭിക്കാം. ചിലട്ട് പ്രാധാന്യമില്ലാത്ത വ്യവസായങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അവിടെയും അവരെയും ഗവൺമെന്റ് കൺട്രോൾ ചെയ്തു. പ്രൈവറ്റ് സെക്ടറിന് കൊടുത്തൊക്കെ ശരി തന്നെ, പക്ഷേ ഗവൺമെന്റ് കൺട്രോൾ ചെയ്തു. എങ്ങനെയാണ്? ത്രൂ ദ സിസ്റ്റം ഓഫ് ലൈസൻസിങ് സിസ്റ്റത്തിലൂടെ. അതാണ് ആ പോയിന്റ് പറയുന്നത്. നോ ന്യൂ ഇൻഡസ്ട്രി വാസ് അലൗഡ് അൺലെസ് എ ലൈസൻസ് വാസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ ഗവൺമെന്റ്. ഗവൺമെന്റിൽ നിന്ന് ലൈസൻസ് വാങ്ങിയിട്ടല്ലാതെ ഒരു വ്യവസായങ്ങളെയും അവർ അനുവദിച്ചില്ല. എന്ന് വെച്ചാൽ ലൈസൻസ് വേണം, പ്രൈവറ്റ് സെക്ടർ ലൈസൻസ്. അവിടെയും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ലൈസൻസ് കൊടുക്കുന്ന ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റ് ഈ വ്യവസായങ്ങളെ നിയന്ത്രിച്ചു. അപ്പോൾ പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ കീഴിൽ എല്ലാം വ്യവസായങ്ങളെയും കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഏത്? ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956.
അപ്പോൾ ഇതിനെ ഈ പ്രിൻസിപ്പിളിനെ ഗവൺമെന്റ് കീഴിൽ എല്ലാത്തിനെയും കൊണ്ടുവരുന്ന പ്രിൻസിപ്പിളിനെ കമാൻഡിങ് ഹെയ്റ്റ്സ് പ്രിൻസിപ്പിൾ എന്നും അറിയപ്പെടുന്നത് കേട്ടോ. കമാൻഡിങ് ഹെയ്റ്റ്സ് പ്രിൻസിപ്പിൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തോണം. ഉന്നത മേധാവിത്വ തത്വം എന്നും അറിയപ്പെടും. കാരണം ഈ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956 എല്ലാം ഗവൺമെന്റ് കീഴിൽ കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് എന്തെന്നറിയപ്പെടുന്നു? കമാൻഡിങ് ഹെയ്റ്റ്സ് പ്രിൻസിപ്പിൾ, ഉന്നത മേധാവിത്വ തത്വം എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ദിസ് പോളിസി വാസ് യൂസ്ഡ് ഫോർ പ്രൊമോട്ടിംഗ് ഇൻഡസ്ട്രി ഇൻ ബാക്ക്വേർഡ് റീജിയൻസ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ദിസ് പോളിസി, വിച്ച് പോളിസി? ദ പോളിസി ഓഫ് ലൈസൻസിങ്. ഏത് പോളിസിയാണ്? ലൈസൻസിങ് പോളിസി. കാരണം ലൈസൻസിങ് പോളിസി വാസ് യൂസ്ഡ് ഫോർ പ്രൊമോട്ടിംഗ് ഇൻഡസ്ട്രി ഇൻ ബാക്ക്വേർഡ് റീജിയൻസ്. ഈ ലൈസൻസിങ് സിസ്റ്റം ഗവൺമെന്റ് ഏർപ്പെടുത്തിയത് എന്തിനാണ് പറയുന്നത്? പ്രൊമോട്ടിംഗ് ഇൻഡസ്ട്രി ഇൻ ബാക്ക്വേർഡ് റീജിയൻസ്, പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയാണ് ഈ ലൈസൻസിങ് ഏർപ്പെടുത്തിയത്. അപ്പോൾ ലൈസൻസിങ് സിസ്റ്റത്തിൽ 1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ അനുസരിച്ച് ഗവൺമെന്റ് ലൈസൻസിങ് ഏർപ്പെടുത്തിയത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, എന്തിനാണ്? ഫോർ പ്രൊമോട്ടിംഗ് ഇൻഡസ്ട്രി ഇൻ ബാക്ക്വേർഡ് റീജിയൻസ്. അപ്പോൾ ഒരു സംശയം വരും, അതെന്താണ്? അങ്ങനെ വരാൻ കാര്യം എന്താണ്? കാരണം ഇപ്പോൾ ലൈസൻസ് വേണ്ട എങ്കിൽ പ്രൈവറ്റ് സെക്ടർ വ്യവസായങ്ങൾ ആരംഭിക്കും. പക്ഷെ അവർ എവിടെയാണ് ആരംഭിക്കുന്നത്? വലിയ നഗരങ്ങളിൽ, സിറ്റികളിലാണ് ആരംഭിക്കുന്നത്. കാരണം അവിടെയാണ് സൗകര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ വ്യവസായങ്ങളെല്ലാം എങ്ങോട്ട് പോകും? ഈ നേരത്തെ തന്നെ വികസിതമായ പ്രദേശങ്ങൾ മാത്രമായിട്ട് കേന്ദ്രീകരിക്കും. അപ്പോൾ ബാക്ക്വേർഡ് റീജിയൻസിൽ ഒട്ടും വികസനം ഉണ്ടാകത്തില്ല. അതിപ്പോൾ ഗവൺമെന്റ് അതിനാണ് ലൈസൻസ് വെച്ചേക്കുന്നത്. അപ്പോൾ ബാക്ക്വേർഡ് റീജിയൻസിലാണ് വ്യവസായങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് അവർ ലൈസൻസ് ഒക്കെ ഏർപ്പെടുത്തി കൊടുക്കും. മനസ്സിലായില്ലേ? മറ്റ് സബ്സിഡിയോ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയാണ് ഇത് കൊടുത്തത്. അല്ലെങ്കിൽ ലൈസൻസ് ഏർപ്പെടുത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവരെല്ലാം പ്രൈവറ്റ് സെക്ടർ എല്ലാം അങ്ങോട്ട് പോകും, സിറ്റിയിലേക്ക് പോകും, അർബൻ ഏരിയാസിലേക്ക് പോകും. ആ റൂറൽ ഡെവലപ്മെന്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ ബാക്ക്വേർഡ് റീജിയൻസിന് പുരോഗതിക്ക് വേണ്ടിയാണ് ലൈസൻസിങ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ദ പ്രൊപ്പോർഷൻ ഓഫ് GDP കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ increased in the period 11.8% in 1950-51 to 24.6% in 1991. അപ്പോൾ നോക്ക്, അപ്പോൾ ഈ +1 ടെക്സ്റ്റിൽ 11th ക്ലാസ്സിൽ NCERT-യിൽ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ സെക്കൻഡ് ചാപ്റ്ററാണ് ഇന്ത്യൻ ഇക്കോണമി ഫ്രം 1950 to 1990. ഇതാണ് ചാപ്റ്ററിന്റെ പേര്, ഇന്ത്യൻ ഇക്കോണമി ഫ്രം 1950 to 1990. അതിൽ പേജ് 30-ൽ 30ാമത്തെ പേജിൽ എന്താണ് ഈ സെക്കൻഡ് 5 ഇയർ പ്ലാനിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ അവർ പറയുന്നത് സെക്കൻഡ് 5 ഇയർ പ്ലാനിന്റെ ഒരു അച്ചീവ്മെന്റിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതായത് GDP നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ഫസ്റ്റ് 5 ഇയർ പ്ലാനിന്റെ സമയത്ത് GDP പഠിച്ചു. ആ GDP-യിൽ നമ്മുടെ രാജ്യത്തെ 3 പ്രൊഡക്ഷൻ സെക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഏതൊക്കെയാണ് പ്രൊഡക്ഷൻ സെക്ടേഴ്സ്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ. ദാറ്റ് മീൻസ് അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ. അതിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന ഏതാണ്? സെക്കൻഡ് 5 ഇയർ പ്ലാനാണ്. സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ ഊന്നൽ കൊടുത്ത ഏത് മേഖലയ്ക്കാണ്? ഇൻഡസ്ട്രിയൽ സെക്ടറിനാണ്. അറിയാലോ, ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. അപ്പോൾ ആ ഇൻഡസ്ട്രിയൽ സെക്ടറിന് ഗ്രോത്ത് ഉണ്ടായോ എന്നാണ് നമ്മൾ അവിടെ പറയുന്നത്. അപ്പോൾ നോക്ക്, ദ പ്രൊപ്പോർഷൻ ഓഫ് GDP-യിലുള്ള അനുപാതം ആരുടെ? കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ. അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ കോൺട്രിബ്യൂഷനിലൂടെ GDP-യുടെ പ്രൊപ്പോർഷൻ, GDP-യുടെ അനുപാതം. ഇൻഡസ്ട്രിയൽ സെക്ടർ മാത്രമല്ല, അഗ്രികൾച്ചർ, സർവീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ GDP-യിലുള്ള ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ നമുക്ക് നോക്കാം. എന്താണ്? 11.8% ആയിരുന്നു എന്ന് 50-51 എന്ന് വെച്ചാൽ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ അവസാനിക്കുമ്പോൾ, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 11.8% ആയിരുന്നു ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ സമയത്ത് 11.8%. അത് എത്രയായിട്ട് വർദ്ധിച്ചു? 24.6% ആയിട്ട് വർദ്ധിച്ചു. ഏത് സമയത്ത്? 1990-91. 90-91 ആയപ്പോഴേക്കും ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് 50-51 കാലഘട്ടത്തിൽ, 50-51 എന്ന് പറയാൻ ഫിനാൻഷ്യൽ ഇയർ ആണ്. ആ കാലഘട്ടത്തിൽ വെറും 11.8% GDP-യിലുള്ള ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ സംഭാവന 90-91 ആയപ്പോൾ എത്രയായിട്ട് വർദ്ധിച്ചു? 24.6% വർദ്ധിച്ചു. ഇത് എന്തിന് എക്സാമ്പിളാണ്? നമ്മൾ ആ ഇൻഡസ്ട്രിയൽ സെക്ടറിന് കൊടുത്ത ഇമ്പോർട്ടൻസിന്റെ ഫലമാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പോളിസീസ് റെസൊല്യൂഷൻ 1956-ന്റെ ഒരു നേട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. മനസ്സിലായല്ലോ ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. പിടികിട്ടിയോ? ഇനി നമ്മൾ പറഞ്ഞു ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ 5 ഇയർ പ്ലാൻസ് PC മഹലനോബിസ് ആണ്. അതുപോലെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ അറിയപ്പെടുന്ന മഹലനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. മഹലനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് അദ്ദേഹത്തെക്കുറിച്ച് PC മഹലനോബിസിനെ കുറിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടും. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള വസ്തുക്കളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് അതാണ് ആര്? PC മഹലനോബിസ്. മഹലനോബിസ് വാസ് ബോൺ ഇൻ കൽക്കട്ട. അദ്ദേഹം ജനിച്ചത് കൽക്കട്ടയിലാണ് 1893. മറക്കരുത്, 1893 അദ്ദേഹം ജനിച്ചത് കൽക്കട്ടയിൽ. His contribution to the subject of statistics made him
ഇന്റർനാഷണലി ഫേമസ്. അപ്പോൾ ഇദ്ദേഹം ഏതുമായി ബന്ധപ്പെട്ടാണ്? സ്റ്റാറ്റിസ്റ്റിക്സ്. കാരണം ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സിന് കൊടുത്ത, സ്ഥിതിവിവരശാസ്ത്രത്തിന് കൊടുത്ത സംഭാവനകൾ അദ്ദേഹത്തെ എന്താണ്? ഇന്റർനാഷണലി ഫേമസ്, ആഗോളതലത്തിൽ ഇദ്ദേഹത്തെ പ്രശസ്തനാക്കി മാറ്റിയിട്ടുണ്ട്. മഹലനോബിസ് became a member of the famous organization of scientists, the British Royal Society, 1946. അപ്പോൾ ഇദ്ദേഹം ഒരു നിസാരക്കാരനല്ല, അല്ലേ? എന്താണ്? ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സയന്റിസ്റ്റുകളുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റി എന്ന് പറയും. അപ്പോൾ അതിലെ ഒരു മെമ്പർ കൂടിയായിരുന്നു ഇദ്ദേഹം. ആ മെമ്പർഷിപ്പ് എന്നാണ് കിട്ടിയത്? 1946 അപ്പോൾ അത്ര നിസ്സാരക്കാരനാണോ അദ്ദേഹം? അല്ല. അതായത് ആ ലോകത്തെ വളരെ പ്രശസ്തരായിട്ടുള്ള സയന്റിസ്റ്റുകൾ ഉൾപ്പെടുന്ന വിവിധ മേഖലകളുള്ള സയന്റിസ്റ്റുകൾ, അതിപ്പോൾ ശാസ്ത്ര മേഖല മാത്രമല്ലല്ലോ, ഇതൊക്കെ പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലും ഇക്കണോമിക്സ് ആണെങ്കിലും ഇവരെല്ലാം എന്ത് തന്നെയാണ്? ആ മേഖലയിലുള്ള റിസർച്ചേഴ്സ്, അല്ലേ? ആ പ്രഗത്ഭരെല്ലാം എന്താണ്? സയന്റിസ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ ആ റിസർച്ചേഴ്സിന്റെ അല്ലെങ്കിൽ സയന്റിസ്റ്റിന്റെ ഒരു കൂട്ടായ്മയാണ് ദ ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റി. അതിലെ മെമ്പർഷിപ്പ് ഇദ്ദേഹത്തിന് ലഭിച്ചു എന്ന് 1946. അതിലെ ഒരു മെമ്പറായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്താൻ കാര്യം എന്താണ്? ഇതൊക്കെ ഈ നമ്മൾ പിന്നെ സിംഗിൾ ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് വരണമെന്നില്ല, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ വരും. മഹലനോബിസ് became a member of famous organization of scientists, the British Royal Society, 1946 എന്ന് വരും. അപ്പോൾ നമ്മളിത് ജസ്റ്റ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആയിരിക്കും ഇദ്ദേഹം മെമ്പർ ആയിട്ടില്ല, അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, നമ്മുടെ സമയം പോകും, അല്ലെങ്കിൽ നമ്മൾ തെറ്റിക്കും. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് കൊണ്ടാണ് ഇതെല്ലാം ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ 1957, അടുത്ത വർഷം ഏതാണ്ട് 1957. അപ്പോൾ 1957 പ്രധാനപ്പെട്ട ഇൻസിഡൻസ് നോക്കി. എന്തൊക്കെയാണ് 1957? അപ്പോൾ January 16, 1957 ഒരു കമ്മിറ്റി നിയമിക്കുകയാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വാസ് ഫോംഡ്. നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ കുറച്ച് കമ്മിറ്റി പറഞ്ഞല്ലോ, ഏതൊക്കെ? ആർവേ കമ്മിറ്റി പറഞ്ഞു, അല്ലേ? അതുപോലെ പിന്നെ എന്താണ്? ഫസൽ അലി കമ്മിറ്റി. അതുപോലെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ പീരീഡിൽ, മറക്കരുത്, സെക്കൻഡ് 5 ഇയർ പ്ലാൻ പീരീഡിൽ ഒരു കമ്മിറ്റിയാണ് 57 ജനുവരി 16 അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് ഏത്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. എന്തിനാണത് കൊണ്ടുവന്നത്? ടു സ്റ്റഡി ദ CDP. എന്തിനെ കുറിച്ച് പഠിക്കാൻ? CDP യെ കുറിച്ച് പഠിക്കാൻ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. അതാണ് CDP യെ കുറിച്ച് പഠിക്കാൻ. അപ്പോൾ ആ CDP എന്താണ്? സ്കീം ഫോംഡ് ഓൺ October 2, 1952. അതായത് നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്, 1952 ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പീരീഡിൽ വന്നൊരു സ്കീമാണ് CDP. റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടി കൊണ്ടുവന്നൊരു, ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടി കൊണ്ടുവന്നൊരു സ്കീമാണ് CDP എന്ന് പറയുന്നത്. അതുപോലെ അതിനുശേഷം വന്നാണ് NES, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. അത് നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പീരീഡിൽ പഠിച്ചാണ്, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. ഈ CDP യെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വന്നത്. ആ സ്കീം ഫോംഡ് ഓൺ October 2, 1953. അത് തൊട്ടടുത്ത വർഷം 1953. ഇതൊക്കെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പീരീഡിൽ വന്നതാണ്. ഓക്കെ, അത് സംശയം വരരുത്. അപ്പോൾ ഇത് CDP, അതുപോലെ NES, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, ഇത് 52 53 വന്നു. ഇതിനെക്കുറിച്ച് പഠിക്കാനും, അതാണ് ടു സ്റ്റഡി CDP ആൻഡ് NES, ഇതിനെക്കുറിച്ച് പഠിക്കാനും ആൻഡ് ടു സജസ്റ്റ് ന്യൂ റിഫോംസ്, പുതിയ പരിഷ്കാരങ്ങൾ സജസ്റ്റ് ചെയ്യാനുമായിട്ട് 1957 സെക്കൻഡ് 5 ഇയർ പ്ലാൻ പീരീഡിൽ ഇന്ത്യ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് 57 മറ്റൊരു കമ്മിറ്റി എന്ന് പറയുന്നത്, സെക്കൻഡ് 5 ഇയർ പ്ലാൻ പീരീഡിലെ കമ്മിറ്റി. അടുത്ത നോക്ക്. April 1, 1957 സെക്കൻഡ് 5 ഇയർ പ്ലാൻ പീരീഡിലെ മറ്റൊരു ഇൻസിഡന്റ്, വെൽത്ത് ടാക്സ് കെയിം ഇൻ ടു എഫക്ട്. വെൽത്ത് ടാക്സ് നിലവിൽ വന്ന്, നമ്മുടെ സ്വത്ത് നികുതി, അല്ലേ? വെൽത്ത് ടാക്സ് നിലവിൽ വന്ന് നമ്മുടെ ആസ്തികൾക്ക് നമ്മൾ നികുതി കൊടുക്കണം. നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കൈമാറി കിട്ടുന്ന സ്വത്തുക്കളുണ്ടല്ലോ, വെൽത്ത്. ആ വെൽത്ത് ടാക്സ് പിന്നെ ആരംഭം കുറിച്ചത്, ലോഞ്ച് ചെയ്തത് 1957 April 1 സെക്കൻഡ് 5 ഇയർ പ്ലാൻ പീരീഡിലാണ്. ഇനി ദ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് എസ്റ്റാബ്ലിഷ്ഡ് 1956. അപ്പോൾ അടുത്ത മറ്റൊരു ഇൻസിഡന്റ് ആണ് 57. എന്താണ്? ഖാദി വില്ലേജ് ആൻഡ് ഇൻഡസ്ട്രീസ് എസ്റ്റാബ്ലിഷ്ഡ്. ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് സ്ഥാപിതമാകുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആക്ട് 1956. എന്നാൽ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് നിലവിൽ വരുന്നത് 57. എന്നാൽ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആക്ട് എന്ന് ചോദിച്ചാൽ അത് 56. നിയമം 56 ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് 57 ഇത് ചോദിച്ചിട്ടുണ്ട്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ പീരീഡിൽ എന്നാണ് 57, ആക്ട് 56. ഓക്കെ. ഇനി അടുത്ത വർഷത്തേക്ക് പോകുന്നു. 58 മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് DRDO. നമ്മുടെ ഡിഫൻസുമായി ബന്ധപ്പെട്ട ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് എന്ന് 1958. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. DRDOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ UGC ഒക്കെ പഠിച്ചില്ലേ, അതുപോലെ ഒരു സ്ഥാപനം DRDO ന്യൂഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് 1958 നിലവിൽ വരുന്നു. ഇനി 59
സെപ്റ്റംബർ 5, 1989 ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ടഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. ഇതിൽ ആദ്യമായിട്ട് ടെലിവിഷൻ പ്രോഗ്രാം ആരംഭിക്കുന്നു. ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ആരംഭിക്കുന്നു ഇന്ത്യയിൽ ഫസ്റ്റ് 1959 സെപ്റ്റംബർ 5-നാണ്. അത് സെക്കൻഡ് 5 ഇയർ പ്ലാനിലെ മറ്റ് പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ആരംഭിക്കുന്ന 1959 സെപ്റ്റംബർ 5-ന്. ഇനി ദൂരദർശൻ വാസ് സ്റ്റാർട്ടഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. ഇതാണ് പിന്നീട് എന്തായിട്ട് ദൂരദർശൻ എന്ന് പേര് കൊടുക്കുന്നത്. ദൂരദർശൻ വാസ് സ്റ്റാർട്ടഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. ഈ സമയത്ത് തന്നെയാണ് ദൂരദർശൻ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ആരംഭിക്കുന്നു. അത് നമ്മൾ കൊടുത്ത പേരാണെന്ത്, ദൂരദർശൻ. ആരംഭിക്കുന്നത് ഈ സമയത്ത് 1959-ലാണ്. ഇനി The 60th anniversary was on September 15, 2019. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദൂരദർശന്റെ 60ാമത് വാർഷികം എന്ന് പറയുന്നത് 2019, 59-ലല്ലേ വന്നത്, പ്ലസ് 60, 2019-ലാണ് സെപ്റ്റംബർ 15-നാണ് ഏത് 60ാമത് ആനിവേഴ്സറി. അപ്പോൾ 60ാമത് ആനിവേഴ്സറി പിന്നെ ആഘോഷിച്ച സ്ഥാപനം 2019 60ാമത് ആനിവേഴ്സറി ആഘോഷിച്ച സ്ഥാപനം എന്ന് ചോദിച്ചാൽ പറയുക ഏതാണ്, ദൂരദർശനാണ്. ദൂരദർശൻ അത് സ്റ്റാർട്ട് ചെയ്തത് സെക്കൻഡ് 5 ഇയർ പ്ലാൻ പീരീഡിലാണ്. ഇനി October 2, 1959 പഞ്ചായത്തി രാജ് കെയിം ഇൻ ടു ഇഫക്റ്റ്. ഓർത്ത് വെച്ചിരിക്കുക, പഞ്ചായത്തി രാജ് സിസ്റ്റം 1959 ഒക്ടോബർ 2-ന് നിലവിൽ വരുന്നു. പഞ്ചായത്തി രാജ് അത് സെക്കൻഡ് 5 ഇയർ പ്ലാന്റെ മറ്റൊരു അച്ചീവ്മെന്റ് ആണ്. ഇറ്റ് കെയിം ടു ഇഫക്റ്റ് ആസ് പെർ ദ റിപ്പോർട്ട് ഓഫ് ദ 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അപ്പൊ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വരുന്നത് അല്ലേ ഇതിനെ കുറിച്ചാണ്, നാഷണൽ അല്ലേ പിന്നെ എക്സ്റ്റൻഷൻ സർവീസിനെ കുറിച്ചും അതുപോലെ CDPയെ കുറിച്ചും പഠിക്കാനാണ് വന്നത്. ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും ഒരു പഞ്ചായത്തി രാജിനെ കുറിച്ച് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. നമ്മുടെ വികസനത്തിനായിട്ട് പഞ്ചായത്തി രാജ്, ത്രിതല സംവിധാനം, പഞ്ചായത്തി രാജ് സിസ്റ്റം ആവശ്യമാണെന്ന് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ് കെയിം ടു ഇഫക്റ്റ് ആസ് പെർ ദ റിപ്പോർട്ട് ഓഫ് ദ 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. നമ്മൾ ആൾറെഡി നേരത്തെ പറഞ്ഞല്ലോ, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 57-ലെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് 59 ഒക്ടോബർ 2-ന് ഏത് വരുന്നത്, പഞ്ചായത്തി രാജ് സിസ്റ്റം വരുന്നത്. അപ്പോൾ പഞ്ചായത്തി രാജ് സിസ്റ്റം 59 ഒക്ടോബർ 2-നാണ്. അത് ആരുടെ റിപ്പോർട്ടാണെന്ന് ചോദിച്ചാൽ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957-ലെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ടിന് പ്രകാരമാണ്. ഓക്കെ ആണല്ലോ. ഇനി പഞ്ചായത്തി രാജ് ഫസ്റ്റ് കെയിം ടു ഇഫക്റ്റ് ഇൻ രാജസ്ഥാൻ, നാഗൂർ ഡിസ്ട്രിക്ട്. രാജസ്ഥാനിലെ നാഗൂർ ഡിസ്ട്രിക്റ്റിലാണ് പഞ്ചായത്തി രാജ് ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പഞ്ചായത്തി രാജ് ആദ്യമായിട്ട് നിലവിൽ വരുന്നത് എവിടെയാണ്, രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ്. പഞ്ചായത്തി രാജ് വാസ് ഇനാഗ്രേറ്റഡ് ബൈ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്ത ആരാണ്, മറ്റാരുമല്ല നെഹ്റു ആണ്. രാജസ്ഥാനിലെ നാഗൂർ ഡിസ്ട്രിക്റ്റില് പഞ്ചായത്ത് രാജ് ഇനാഗ്രേറ്റ് ചെയ്തത് ആരാണ്, നെഹ്റു ആണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഫാദർ ഓഫ് പഞ്ചായത്തി രാജ്, പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആര്, ഒന്ന് ഗസ് ചെയ്യാമോ? ആരായിരിക്കും? അതിന്റെ റിപ്പോർട്ടൊക്കെ കൊടുത്ത ആ വ്യക്തി തന്നെയാണ് ആര്, ബൽവന്ത് റായ് മേത്ത തന്നെയാണ്. ബൽവന്ത് റായ് മേത്ത. ഓക്കെ. പ്രൈമറി ഇൻഡസ്ട്രീസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1959 ഓർ പ്രൈമറി ഇൻഡസ്ട്രീസ് ഡ്യൂറിംഗ് ദ സെക്കൻഡ് 5 ഇയർ പ്ലാൻ. അപ്പോൾ 1959 ആരംഭിച്ച പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ, പ്രാഥമിക വ്യവസായങ്ങൾ, കാരണം സെക്കൻഡ് 5 ഇയർ പ്ലാൻ പ്രാഥമിക വ്യവസായങ്ങൾക്ക്, വ്യാവസായിക പുരോഗതിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതുകൊണ്ട് ഇന്ത്യയിൽ ഒട്ടേറെ വ്യവസായങ്ങൾ ആരംഭിക്കപ്പെട്ടു. അല്ലെങ്കിൽ സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആരംഭിച്ച വ്യവസായങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഇത് 359 തന്നെയാണ്. 59 അപ്പോൾ വർഷം പഠിക്കാൻ എളുപ്പമുണ്ട്. 359 തന്നെയാണ്. അതുപോലെ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ എടുത്തു പറയേണ്ട വ്യവസായങ്ങളാണിത്. ഇൻഡസ്ട്രീസ് എവിടെയാണ് വന്നത്? ഒന്ന് ഭിലായ്, നമ്മൾ നേരത്തെ പറഞ്ഞു. മറ്റൊന്ന് റൂർക്കേല, ദുർഗാപൂർ. ഇതൊക്കെ എന്താണ്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ആണ്, അല്ലെങ്കിൽ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ആണ്, ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ്. അസിസ്റ്റിംഗ് കൺട്രി, കാരണം ആ സമയത്ത് നമുക്ക് അതിനുള്ള ക്യാപിറ്റലോ ടെക്നോളജി ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ മറ്റ് രാജ്യങ്ങൾ, ഇന്ത്യയുമായി സൗഹൃദമുണ്ടായിരുന്ന രാജ്യങ്ങളാണ് സഹായിച്ചത്. അസിസ്റ്റിംഗ് കൺട്രീസ് ഏതൊക്കെയാണ്? ഭിലായിക്ക് സഹായിച്ചത് റഷ്യയാണ്. അത് എവിടെയാണ് ഭിലായ്? ഛത്തീസ്ഗഡിലാണ്. 1959 നിലവിൽ വന്നത്. റൂർക്കേലയ്ക്ക് സഹായം നൽകിയ ജർമ്മനി, അല്ലെങ്കിൽ വെസ്റ്റ് ജർമ്മനി, അന്ന് വെസ്റ്റ് ജർമ്മനി എന്നാണ്. അത് ഒഡീഷയിലാണ് 1959 തന്നെ. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സഹായം നൽകിയത് ബ്രിട്ടനാണ്. അത് ബംഗാളിലാണ്. 1959 ഇത് പഠിക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാനിലെ ഇറിഗേഷൻ പ്രോജക്ട്സ് പഠിച്ചതുപോലെ ഇത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒത്തിരി തവണ വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത സമയത്തൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ ഇത് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ച് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി ചോദിക്കുന്ന ഏത് ടെസ്റ്റിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? പിന്നെ വീണ്ടും പഠിക്കേണ്ട വരത്തില്ല. ഈ ഒരു ചാർട്ട് ഇതുപോലെ തന്നെ പഠിക്കുക. വർഷം, അതുപോലെ ഏത് സ്റ്റേറ്റിലാണ്, ആ ഇൻഡസ്ട്രിയൽ സെന്ററിന്റെ പേരെന്താണ്, അതുപോലെ അസിസ്റ്റ് ചെയ്ത സഹായിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ഇതുപോലെ ഈ ഓർഡറിൽ പഠിച്ചു വയ്ക്കുക. ഓക്കെ. ഇനി
ദുർഗാപൂർ ഫെസിലിറ്റി റീച്ച് ഇറ്റ്സ് ഫുൾ ഓപ്പറേഷണൽ കപ്പാസിറ്റി ഇൻ 1962. പക്ഷേ ഇതിനകത്ത് എടുത്ത് പറയുന്നത് ദുർഗാപൂർ ഫെസിലിറ്റി അല്ലെ, ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് അതിന്റെ ഫുൾ ഓപ്പറേഷണൽ കപ്പാസിറ്റി പൂർണ്ണമായ തോതിൽ പ്രവർത്തനം ആരംഭിച്ച് 59 വന്നുവെങ്കിലും 62ലാണ് അത് ഫുൾ കപ്പാസിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഓക്കെ, അതുകൊണ്ട് ഓർത്ത് വച്ചേക്ക്. ഇനി സെക്കൻഡ് 5 ഇയർ പ്ലാൻ 1960. അപ്പോൾ 56 തൊട്ട് 61 വരെയല്ലേ 60. എന്താണ് പ്രത്യേകത? സെപ്റ്റംബർ 19, 1960 ദ ഇൻഡസ് വാട്ടർ ട്രീറ്റി, സിന്ധു നദീജല കരാർ അല്ലെ, അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഇന്ത്യ പാക് യുദ്ധം അല്ലേ ഇപ്പോൾ കഴിഞ്ഞ ഈ വർഷം തുടക്കത്തിൽ ഇന്ത്യ പാക് യുദ്ധമുണ്ടായ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? സിന്ധു നദീജല കരാർ എന്ത് ചെയ്തു? റദ്ദാക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ഇൻഡസ് വാട്ടർ ട്രീറ്റി വാസ് സൈൻഡ്. ഇത് ഒപ്പുവെച്ചത് സെപ്റ്റംബർ 19, 1960 സെപ്റ്റംബർ 19, 1960 എന്ത് ഇൻഡസ് വാട്ടർ ട്രീറ്റി ഒപ്പുവെച്ചത്. അപ്പോൾ ഇപ്പോൾ റദ്ദാക്കപ്പെട്ട സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് എന്നാണ്ട് 1960 സെപ്റ്റംബർ 19. സെപ്റ്റംബർ 19 ഒപ്പുവെച്ചത്. സെക്കൻഡ് 5 ഇയർ പ്ലാൻ പീരീഡിലാണ്. കൺട്രി സൈൻഡ് അറിയാലോ, ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? ഇന്ത്യയും പാകിസ്ഥാനുമാണ്. സൈൻഡ് ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന അയൂബ് ഖാനുമാണ് ഇത് ഒപ്പുവെച്ചത് അല്ലെ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് ഇത് ഒപ്പുവെച്ചത്. ഓർത്തിരിക്കുക. ഇത് ഒപ്പുവെച്ച സ്ഥലം ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. കറാച്ചി. ഇൻഡസ് വാട്ടർ ട്രീറ്റി ഒപ്പുവെച്ച സ്ഥലം ഏതാണ്? പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ചാണ് ഇത് ഒപ്പുവെക്കുന്നത്. മീഡിയേറ്റഡ് ബൈ വേൾഡ് ബാങ്ക്. ആരാണ് ഇതിന് മീഡിയേഷൻ നിന്നത്? വേൾഡ് ബാങ്ക് അല്ലെ. ഇടനിലക്കാരനായിട്ട് നിന്ന് ആരാണ്ട്? വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഇത് ഒപ്പുവെക്കുന്നത്. അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കാരണം നമുക്ക് ഇപ്പോഴത്തെ ഇൻഡസ് ഇത് നമ്മൾ അല്ലെ റദ്ദാക്കിയ ഒന്നാണ് ഏത്? ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഹിസ്റ്ററി അവരെടുത്ത് ചോദിക്കും. അതുകൊണ്ട് പ്രസക്തിയുള്ളൊരു ചോദ്യമാണ്, ഇമ്പോർട്ടൻസ് ഉള്ളൊരു ചോദ്യമാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പോവുക. ഇനി അപ്പോൾ വേൾഡ് ബാങ്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഓർക്കേണ്ട, വേൾഡ് ബാങ്ക് പ്രസിഡന്റ് അറ്റ് ദ ടൈം ഓഫ് സൈനിങ്. ഇത് ഒപ്പുവയ്ക്കുന്ന സമയത്ത് വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് യൂഗീൻ ബ്ലാക്ക് ആണ്. തേർഡ് പ്രസിഡന്റ് ഓഫ് ദ വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്കിന്റെ മൂന്നാമത്തെ പ്രസിഡന്റ്, ആ സമയത്ത് മൂന്നാമത്തെ പ്രസിഡന്റ് ആയിരുന്നു യൂഗീൻ ബ്ലാക്ക് എന്ന് പറയുന്നത്. ഇൻഡസ് വാട്ടർ ട്രീറ്റി ഒപ്പുവയ്ക്കുന്ന സമയത്ത് വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥയിലാണല്ലോ ഒപ്പുവെച്ചത്. ആ സമയത്തെ പ്രസിഡന്റ് ആയിരുന്നു യൂഗീൻ ബ്ലാക്ക് എന്ന് പറയുന്നത്. ഇനി മേജർ സ്റ്റെപ്സ് ടേക്കൺ ഫോർ ദ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ദ സെക്കൻഡ് 5 ഇയർ പ്ലാൻ പീരീഡ്. മേജർ സ്റ്റെപ്സ് ടേക്കൺ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. അപ്പോൾ വ്യാവസായിക പുരോഗതിക്കായിട്ട് സെക്കൻഡ് 5 ഇയർ പ്ലാൻ പീരീഡിൽ എടുത്ത നടപടികളാണ് പറയുന്നത്. കാരണം വ്യാവസായിക പുരോഗതി ആയിരുന്നല്ലോ ലക്ഷ്യം. അവർ പറയാണ്, വിത്ത് ദ ഇൻഡക്ഷൻ ഓഫ് പ്രൊട്ടക്ടിംഗ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി ദ ഗവൺമെന്റ് ഇമ്പോസ്ഡ് ഹെവി ടാക്സസ് ഓൺ ഇമ്പോർട്ട്സ്. അപ്പോൾ നമ്മുടെ വ്യാവസായിക പുരോഗതിക്ക് വേണ്ടി ഗവൺമെന്റ് സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ എന്തൊക്കെ നടപടികളാണ് ചെയ്തത്? ഒന്ന് ചെയ്തത്, വിത്ത് ദ ഇന്റൻഷൻ ഓഫ് പ്രൊട്ടക്ടിംഗ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി, നമ്മുടെ ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ദ ഗവൺമെന്റ് ചുമത്തി. എന്താണ് ചുമത്തിയത്? ഹെവി ടാക്സ് ഓൺ ഇമ്പോർട്ട്സ്. ഇറക്കുമതിയിൽ എന്ത് ചുമത്തി? ഹെവി ടാക്സസ് ചുമത്തി, ഉയർന്ന നികുതി ചുമത്തി. അപ്പോൾ വിത്ത് ദ ഇൻഡക്ഷൻ ഓഫ് പ്രൊട്ടക്ടിംഗ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി, ഇന്ത്യയിലെ ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ ഗവൺമെന്റ് ഇമ്പോസ് ഹെവി ടാക്സ് ഓൺ ഇമ്പോർട്ട്സ്. ഇറക്കുമതി ചെയ്ത സാധനങ്ങളുടെ വരവ് നിയന്ത്രിക്കാൻ വേണ്ടി ഉയർന്ന നികുതി മീൻസ് ഇമ്പോർട്ട് ഡ്യൂട്ടി ചുമത്തി. ഇമ്പോർട്ട് ഡ്യൂട്ടി ദാറ്റ് മീൻസ് താരിഫ് വർദ്ധിപ്പിച്ചു. ഓക്കെ, this helped to protect both the public and private sectors. This helped to protect both the public and private sectors. ഇത് എന്തിനെ സഹായിച്ചു? ആരെയൊക്കെ സഹായിച്ചു? പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസിനെയും പ്രൈവറ്റ് സെക്ടറിനെയും ഇത് സഹായിച്ചു. ഇനി ഹൈ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ സ്റ്റിമുലേറ്റഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ ഹൈ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നു. അതെന്ത് ചെയ്തു? സ്റ്റിമുലേറ്റഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, നമ്മുടെ വ്യാവസായിക പുരോഗതിയെ ത്വരിതപ്പെടുത്തി, സ്റ്റിമുലേറ്റ് ചെയ്തു, ആക്സലറേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സെക്കൻഡ് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ മേജർ സ്റ്റെപ്സ് ആണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടി എടുത്ത പ്രധാനപ്പെട്ട നടപടികൾ. ഫസ്റ്റ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. സെക്കൻഡ് 5 ഇയർ പ്ലാൻ പീരീഡിൽ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഹെവി ടാക്സ്, ഇമ്പോർട്ട്സിൽ ഹെവി ടാക്സ്. കാരണം നമ്മുടെ ഒരു ലക്ഷ്യം സെൽഫ് ലൈൻസ് കൂടിയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൽഫ് ലൈൻസ്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി, അപ്പോൾ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഇൻഡസ്ട്രിയൽ ഗുഡ്സിൽ ഹെവി ടാക്സ് ഏർപ്പെടുത്തി, അങ്ങനെ ടാരിഫ് ഏർപ്പെടുത്തി. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് സെക്കൻഡ് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതിലേക്ക് സമാധാനപ്പെട്ട ക്ലാസ് കേൾക്കുക, പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.